സോ യെസ്, ഫൈനലി നമ്മുടെ CBSE ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി എക്സാം ഡേറ്റിൻ്റെ 86 ഡേയ്സിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുവാണ്. സോ CBSE തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം CBSE ഇങ്ങനെ ഒരു ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. യെസ്, അപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ് ഷീറ്റിലേക്ക് പോകാം. അധികം സമയം കളയുന്നില്ല. യെസ്, ഇതൊന്നും അല്ല കാര്യം. ഇവിടെയാണ് നിങ്ങൾ ഇനി മാജിക് കാണാൻ പോകുന്നത് കേട്ടോ. ഇതുപോലൊരു അടിപൊളി ഡേറ്റ് ഷീറ്റ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും നല്ലൊരു ഡേറ്റ് ഷീറ്റ് ഇതുവരെ CBSE പുറത്തിറക്കിയിട്ടില്ല. സോ നിങ്ങളെ ഡേറ്റ് ഷീറ്റ് നിങ്ങൾ കണ്ടോ മക്കളത് കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺബിലീവബിൾ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും എന്താണ്. ഇപ്പം തന്നെ നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ഈശ്വര, എക്സാമായി, ദൈവമേ എക്സാം വന്നല്ലോ, എന്ത് ചെയ്യും ഞങ്ങൾ, ഇല്ലേ? ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ട്, എജുപോർട്ട് ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ പരം നിങ്ങൾക്കൊരു ട്രസ്റ്റ് അർപ്പിക്കേണ്ട ഒരു സ്ഥലം വേറെ വേണ്ടെന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാം നമ്മൾ തൂത്ത് വരാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നില്ല, അയ്യോ ഒന്നും പഠിച്ചിട്ടില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, ആകെ എക്സാം ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. നന്നായിട്ട് നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റ്, വിശ്വവിഖ്യാതമായ ഡേറ്റ് ഷീറ്റ്. ഓക്കെ, അത് ഇവിടെ എക്സാം തുടങ്ങുന്നത് February 15th നമ്മുടെ എക്സാം തുടങ്ങുന്നത്. 20th മുതലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ ഏകദേശം 84 ദിവസം. ഓക്കെ, സോ നമ്മുടെ എക്സാം തുടങ്ങുന്നത് 15th February അന്നത്തെ എക്സാം എന്ന് പറയും 10:30 കേട്ടോ എല്ലാ ദിവസവും എക്സാം തുടങ്ങുന്നത്. ഇംഗ്ലീഷാണ് ഫസ്റ്റ് നമ്മുടെ എക്സാം വരുന്നത്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് കഴിഞ്ഞത് ഇവിടെയൊക്കെ ലാംഗ്വേജസ് ആണ്, ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം വരുന്നത് എന്താണെന്നറിയാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. 20th 15ാം തീയതി കഴിഞ്ഞിട്ട് 20th നമ്മുടെ സയൻസ് എക്സാം. 5 ദിവസം ഗ്യാപ്പ് നോക്കിക്കോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 22nd ലാംഗ്വേജസ് ആണ്, 25th ലാംഗ്വേജസ് ആണ്. 20th നമ്മുടെ സയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 25th ആര് വരുന്നത്, സോഷ്യൽ സയൻസ്. വീണ്ടും 5 ദിവസത്തെ ഗ്യാപ്പ്. ഇനിയാണ് നിങ്ങൾ മാജിക് കാണാൻ പോകുന്നത് കേട്ടോ. ഈ 25th February സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ പിന്നെ 28th ഒരു ഹിന്ദി എക്സാം ഉണ്ട്. അത് ഹിന്ദി എക്സാം എടുത്ത കുട്ടികളല്ലാത്തവരുടെ കാര്യം കൂടെ ഒന്ന് ആലോചിക്കണം. 2 രീതിയിലാണ്. ഹിന്ദി എക്സാം എടുത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും 25th കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഹിന്ദി എക്സാം. ഈ 28th കഴിഞ്ഞാൽ പിന്നെ എക്സാം എന്നാളുള്ളതെന്ന് അറിയോ? പിന്നെ ഇതൊക്കെ ഓപ്ഷനല്ല, ഏതൊക്കെ ലാംഗ്വേജസാണ്. പിന്നെ എക്സാം എന്നാളുള്ളത് നോക്ക്, 10th March. 25th നേരെ ചാടുകയാണ് 10th March. ഹിന്ദി എടുത്ത കുട്ടികൾക്കാണെങ്കിൽ 28th കഴിഞ്ഞാൽ പിന്നെ 10th, അതായത് ഒരു 12 ദിവസത്തെ ഗ്യാപ്പ്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് 25th സോഷ്യൽ സയൻസ് കഴിഞ്ഞ് ഹിന്ദി അല്ല സബ്ജക്റ്റ് എന്നുള്ളതിന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 25th കഴിഞ്ഞ് പിന്നെ 10th എക്സാം, അതും മാത്സ്. എൻ്റെ മോനെ, ഇതിൽ പരം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? വേണ്ട, സെറ്റ് സാധനം അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തോ താഴെ. സെറ്റല്ലേ, കിഡിലൻ സ്റ്റഡി പ്ലാൻ, സോറി കിഡിലൻ നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ കിഡിലൻ ഡേറ്റ് ഷീറ്റാണ് CBSE തന്നത് അല്ലേ? ഇതൊക്കെ നമ്മൾ തൂത്ത് വാരും, മാത്സ് ഒക്കെ നമ്മൾ തൂഫാനാക്കും നമ്മൾ അല്ലേ, റൈറ്റ്? അത് കഴിഞ്ഞത് 10th കഴിഞ്ഞതിന് ശേഷം നമുക്ക് 12th അറബിക്ക് വരുന്നുണ്ട്, അറബിക് ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് 13th ഹോം സയൻസ് കാര്യങ്ങളൊക്കെയാണ്. യെസ്, അത് കഴിഞ്ഞ് പിന്നെ 18th March നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേറ്റ് ഷീറ്റുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ട്. അതായത് ഇതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് വെച്ചിട്ടുള്ള ടൈം ടേബിളാണിത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു 15ാം തീയതി നമ്മുടെ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ 20th 5 ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് സയൻസ് പഠിക്കാൻ സമയമുള്ളത്, റൈറ്റ്? അത് കഴിഞ്ഞ് വീണ്ടും 5 ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ആരെ പഠിക്കുന്നത്, സോഷ്യൽ സയൻസ് കിട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി കഴിയുന്നു. ഹിന്ദി കഴിഞ്ഞ് പിന്നെ മാത്സിലേക്ക്. ഹിന്ദി അല്ലാത്ത കുട്ടികൾക്ക് 15 ദിവസമാണ് മക്കളെ കിട്ടാൻ പോകുന്നത്. 15 ദിവസം. ഇന്നേ വരെ ഏതെങ്കിലും എക്സാമിന് 2 സബ്ജക്റ്റ് തമ്മിൽ 15 ദിവസം ഗ്യാപ്പ് കിട്ടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, റെഡി? അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് കഴിഞ്ഞിട്ട് പിന്നെ അറബിക്കും മലയാളം ലാംഗ്വേജസ് ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. സോ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരൊറ്റ സാധനം മതി. ഇപ്പം ഇന്ന് മുതൽ നമ്മുടെ കയ്യിൽ 84 days ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 84 daysലും എജുപോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുള്ള ഉറപ്പാണ് ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആൻഡ് വി ആർ ഗോണ റോക്ക് ദിസ്. നമ്മൾ ഈ സാധനം തകർക്കാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന 95% എബവ് മാർക്കിലേക്ക് എജുപോർട്ടും നിങ്ങൾ എത്തിച്ചേരും. ഇതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഇത്രയും ചെയ്താൽ മതി. ഈ ചാനൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നടക്കാൻ പോകുന്നത് ഇറ്റ്സ് എ പൂരം.
ഓക്കെ, അപ്പൊ നമ്മൾ തൂത്ത് വരാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനി ബാക്കി വരുന്ന കളികൾ കാണാം.